പിന്തുടരാൻ പോലുള്ള ആൾക്കാര് ഇതുപോലെ വസൂരി മരിച്ചവരെ തീ ചൂട്ട് കൊണ്ടുപോകുന്ന മരിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. വൈശ്രവണൻ ചെട്ടിയാരുടെ കഥകള്, അതുപോലെ തന്നെ ദേവാലയ ഗോപുരത്തിലെ ദേവിയുടെ കഥകള്, നമ്മുടെ ജീവിതത്തിലെ ചാക്രികതയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വെള്ളിയാങ്കല്ലിന്റെയും ഇത്തരത്തിലുള്ള ആത്മീയതയുടെയൊക്കെ ധാരാളം ഇൻസ്റ്റൻസസ് നമുക്ക് നോവലിലുടനീളം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മയ്യഴിയിൽ ഇവിടെ ഉണ്ടായിരുന്ന സാംസ്കാരികമായിട്ടുള്ള ആശയങ്ങളിലും ആചാരങ്ങളുടെയൊക്കെ മിത്തുകളുടെയൊക്കെ നമുക്ക് കഥകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് മലയനുത്തമൻ എന്നുള്ള കഥാപാത്രവും അയാളുടെ ഒരു ജീവിത കഥയൊക്കെയാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഈ മലയനുത്തമൻ വിധിയാല് മലയെ വേഷം കെട്ടിയിട്ട് ദൈവവേഷം കെട്ടിയിട്ട് തിറയാടേണ്ടി വരുന്നുണ്ട്. അപ്പൊ തിറയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അനുഭവികളായിട്ടുള്ള കുഞ്ഞനന്ദൻ മാസ്റ്ററുടെയും വാസുട്ടിയുടെയും പത്തന്റെയും പോലെ ഉള്ളവരുടെ ഒരു ഭാവം എന്ന് പറയുന്നത് അദ്ദേഹം തിറയാടിയിട്ട് ശീലമില്ലാത്തത് കൊണ്ടാണ് അവരിൽ മുടിയിട്ട് വെച്ചുകൊണ്ട് മരിക്കുന്നത് എന്നാണ്. എന്നാൽ നാട്ടുകാരായിട്ടുള്ള വിശ്വാസികൾ പറയുന്നത് ദൈവശാപം കൊണ്ട്, ഗുളികന്റെ ശാപം കൊണ്ടാണ് മരിക്കുന്നത് എന്നാണ്. അപ്പോൾ കഥാകാരൻ എന്ന തരത്തിൽ എന്നതിനും കാരണം എങ്ങനെയാണ് മലയനുത്തമൻ മരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹത്തിലുള്ള യുക്തിയുടെയും ഭക്തിയുടെയും സംഘർഷം സമൂഹത്തിൽ എന്താണ് സാറ് ഇംപ്ലൈ ചെയ്യാൻ വിചാരിച്ചതാണ്? അകത്ത് പറയില്ല, വിശ്വാസികൾ വിശ്വസിക്കും. കണ്ടില്ലേ, അയാള് നിയമം ലംഘിച്ച് തെറയാടിയതുകൊണ്ട് അയാൾ കൈപ്പിരിഞ്ഞു കൊണ്ട് മരിച്ചു. അത് വിശ്വാസികൾ പറയും. വിശ്വാസികളല്ലാത്തവർ പറയാ കുഞ്ഞന്തൻ മാസ്റ്റർ പറഞ്ഞതാണ്, പരിചയമില്ലാത്ത ഇയാൾ അഭ്യാസം കാണിച്ചുകൊണ്ട് മരിച്ചു എന്നുള്ള. അത് വായനക്കാർക്ക് വിട്ടുകൊടുക്കുക, വായനക്കാർ കണ്ടെത്തുക. അതാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ നോവലിൽ നമ്മൾ കുറേയധികം അന്ധവിശ്വാസങ്ങൾക്ക് കുറേ ഉണ്ട്. പക്ഷെ അതേസമയത്ത് തന്നെ ഈ നോവൽ നമ്മൾ ശരിക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ നവോത്ഥാനം വെക്കേണ്ടത്, നമ്മുടെ മലയാളികളുടെ നവോത്ഥാനം, യുക്തിയുടെ വരവ്, അതൊക്കെ ഇതിൽ നിഴലിക്കുന്നുണ്ട്. ആധുനികത എന്ന് പറയുന്നതുണ്ടല്ലോ, ആധുനികമായിട്ടുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ വരുമ്പോഴും അതിൽ ചില ഇടങ്ങളിൽ യുക്തി അതിൽ കടന്നു വരുന്നു. ഇപ്പം മയ്യഴിയുടെ സ്വാതന്ത്ര്യം എന്നത് തന്നെ ഒരു യുക്തിയാണ്, അതൊരു മിത്തല്ല. ബാക്കിയെല്ലാം മിത്താണ്, ബാക്കി ഒരുപാട് മിത്തുകളുണ്ട്. പക്ഷേ അധിനിവേശത്തിനെതിരെ പൊരുത്തുക എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് ശരിക്കും യുക്തിയാണ്, പ്രത്യയശാസ്ത്രമാണ്, നമ്മുടെ നാട്ടിനെ മോചിപ്പിക്കുക എന്നുള്ളത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ നോവലിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇടകലർന്ന് കിടപ്പുണ്ട്. അപ്പം നോവൽ ഒരിക്കലും തെളിച്ചമുള്ളതാകരുത്. ഒരു നോവലും വ്യക്തത പാടില്ല. ഒരു സർഗാത്മക സൃഷ്ടിക്കും, അത് പെയിൻറ്റിങ് ആയാലും മ്യൂസിക്കായാലും നോവലായാലും അതിൽ വ്യക്തത പാടില്ല. അതിൽ നമ്മൾ കുറേ ഇടങ്ങളിൽ ഇരുട്ടുണ്ടാകണം കേട്ടോ. അതാണ് ഒരു നോവലിനെ ഒരു സാഹിത്യ രചനയെ അതിൻ്റെ മഹത്വം നൽകുന്നത്. അത് നമുക്കിപ്പോൾ എല്ലാം കാണാം. ഇപ്പം പിക്കാസോവിൻ്റെ ഗെർണിക്ക എന്നുള്ള പെയിൻറ്റിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് നമുക്കിത് മനസ്സിലാകില്ല, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. കാരണം അതിൽ ഒരുപാട് അവ്യക്തതകളുണ്ട്. പക്ഷെ അതേസമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും, കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകില്ല. അപ്പം നമ്മൾ എഴുതുമ്പോൾ എപ്പോൾ ചെയ്യണം, എഴുതിൻ്റെ ആഖ്യാനം എന്നുണ്ട്, അതിൽ സുതാര്യത വേണം. അതെന്ന് വെച്ചാൽ എങ്കിലും ആളുകൾ വായിക്കും കേട്ടോ. നമ്മൾ എഴുതുന്നതിൽ അത് ചിലപ്പോൾ ആളുകൾക്ക് വായിച്ചു പോകാൻ ഉള്ള രീതിയിലുള്ള ഒരു ഭാഷ ഉണ്ടാകണം. പക്ഷേ ഭാഷയ്ക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ, അതായത് ആശയം എന്ന് പറയുന്നത് അതിൽ അവ്യക്തത ഉണ്ടാകണം. അത് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നി കേട്ടോ. പിന്നെ നമ്മളതൊരു പല്ലി നോവലായിരിക്കും. അപ്പം അതുകൊണ്ട് പലരും ഇപ്പം എൻ്റെ കാലത്ത് പലരും പറഞ്ഞിട്ടുണ്ട് കഥ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മനസ്സിലാകാത്തതാണ് നല്ലത്. മനസ്സിലായി കഴിഞ്ഞിട്ടിരുന്നു ആ ഒരു കലാസൃഷ്ടിയുടെ അവസാനമാണത്. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ. അപ്പോൾ അതിലെല്ലാറ്റിലും തന്നെ എല്ലാ മഹത്തായ രചനകളിലും അതുണ്ടാവും. അങ്ങനെ അവ്യക്തമായ കുറേ ഇടങ്ങളുണ്ടാവും, ഇടങ്ങളുണ്ടാവും. അപ്പം അത് നമ്മുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട്, നമ്മുടെ അറിവ് വെച്ചുകൊണ്ട് നമ്മളതിനെ വ്യാഖ്യാനിക്കണം. അങ്ങനെയാണ് സാഹിത്യ വിമർശനമൊക്കെ ഉണ്ടാകുന്നത്.